ഇന്ന് വായനാ ദിനം. ഇന്ന് സ്കൂളുകളിലും കോളേജിലായിക്കോട്ടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പൊതുവേ നമ്മൾ അതിനെക്കുറിച്ച് സ്പീച്ച് കാര്യങ്ങളൊക്കെ നടത്തണു അങ്ങനെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു തരാൻ കാരണം ഇന്നലെ മോൾക്ക് വേണ്ടിയിട്ട് സ്പീച്ച് പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ അവളുടെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ അവൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഇങ്ങനെ പോയപ്പോ നമ്മുടെ ആ ഒരു സ്കൂൾ കാലഘട്ടവും ചെറുപ്പകാലമൊക്കെ ഒന്ന് മനസ്സിലോട്ട് വന്നു. ഇപ്പൊ എന്താ ഇത്ര വലിയ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ എന്താ ഇപ്പൊ ചൈൽഡ്ഹുഡ് മെമ്മറീസ് വല്ലാണ്ട് വരാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് എന്റെ ഡാഡി മരിച്ചിട്ട് ഒരു 10 മാസം 12 മാസമൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോ ഡാഡി വായനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് എനിക്കൊരു പ്രചോദനം തന്നത്. എന്റെ മലയാള ഭാഷയോടുള്ള എന്റെ ഇഷ്ടത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഡാഡിയിലൂടെ തന്നെയാണ്. ഡാഡി ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ആളായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച മനുഷ്യൻ തന്നെയാണ്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി, നല്ല വൊക്കാബുലറി ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോ അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പയർ ആയി എന്ന് പറയുന്നത് ഞാനൊരു 3-ാം ക്ലാസ്സിൽ 3, 4, 5 ആ കാലഘട്ടത്തിലായിരിക്കും. സമ്മർ വെക്കേഷൻ ആകുമ്പോൾ ഡാഡി കോളേജിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഫിസിക്സ് പ്രൊഫസർ ആയിരുന്നു. അപ്പൊ ഡാഡി ചെയ്തിരുന്നത്, ഡാഡിയുടെ ലൈബ്രറി മെമ്പർഷിപ്പ് ഡാഡിക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ വെക്കേഷൻ കാലഘട്ടത്തിൽ ഡാഡിക്ക് ബുക്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഡാഡി ചെയ്യുന്നത് ആദ്യമായിട്ട് എനിക്ക് കൊണ്ടുതന്നത് ചെറിയ ചെറിയ പുസ്തകങ്ങൾ, നമ്മൾ ബാലരമയും പൂമ്പാറ്റയും മലർവാടിയും ഒക്കെ അങ്ങോട്ട് കൂടെ അടികൂടി വായിച്ച കാലമൊക്കെ ഉണ്ടായിരുന്നല്ലോ നമുക്ക്. നമ്മുടെ ബ്രദേഴ്സായിട്ട് അടികൂടും, ആദ്യം ആരാ വായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറുപ്പകാലം നമുക്കുണ്ടായിരുന്നു. ഡിങ്കനും അതുപോലെ മായാവിയും കുട്ടൂസനും രാധയും രാജുവും ഒക്കെ ഉള്ള ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പിന്നെ അത് ആ കാലത്തിനപ്പുറം അല്ലെങ്കിൽ ആ കാലത്തോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓർമ്മയാണ് ഈ പറഞ്ഞ 4-5 പഠിക്കുമ്പോഴാണ് എന്റെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ബഷീറിന്റെ തെരഞ്ഞെടുത്ത കഥകൾ എന്ന് പറഞ്ഞിട്ട് 2 വോളി ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ടല്ലോ. അതിനകത്ത് മൊത്തം കഥകളും ബഷീറിന്റെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങൾ, ആ കൃതികളാണ് ഞാൻ ആദ്യമായിട്ട് മലയാള സാഹിത്യത്തിൽ ശരിക്ക് ഇഷ്ടത്തോടെ വായിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിന്റെ ക്രെഡിറ്റ് ഡാഡിക്ക് തന്നെയാണ് ശരിക്കുള്ളത്. കാരണം ഡാഡി അന്ന് കൊണ്ടു തന്നത് മുഴുവൻ അത് ഒരൊറ്റ ഇരിപ്പിന് വായിക്കുക എന്നുള്ളതൊരു വല്ലാത്തൊരു ആർത്തിയായിരുന്നു അന്ന് വായനയോടൊക്കെ. ഈ ടെറസിൽ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ പോയിരുന്നിട്ട് മുകളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ. പോയിരുന്ന് ഒരൊറ്റ ഇരിപ്പിൽ, ചൂട് കാലമാണ് പക്ഷെ അതൊന്നും നമ്മൾ ഗൗനിക്കുന്നില്ല, നമ്മൾ ഇരുന്ന് വായിക്കുകയാണ്, ഒന്നും വിഷയമല്ല. പിന്നെ വല്ലപ്പോഴും കൂട്ടുകാരൊക്കെ അടുത്ത പ്രദേശത്ത് കിട്ടുകയാണെങ്കിൽ കളിക്കാൻ പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഈ വായനയായിരുന്നു അന്നത്തെ എൻ്റെ ഒരു ക്രേസ് എന്ന് പറയുന്നത്. പിന്നെ ആഫ്റ്റർനൂൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും മയങ്ങുന്നുണ്ട്, മമ്മിയുടെ പണികളൊക്കെ കഴിഞ്ഞ് മമ്മി ഒരു ഭാഗത്തേക്ക് പോയി, വല്യമ്മ സൈഡായി എന്നൊക്കെ കാണുമ്പോൾ പിന്നെ തൊടിയിൽ ഇറങ്ങിയിട്ട് ഇത്തിരി പൊതിഞ്ഞു വെച്ച മാങ്ങ കക്കുക, എന്തൊക്കെയാണോ വല്യമ്മ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് അതൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ളതും വേറെ ഒരു ഹോബിയായിരുന്നു സത്യം പറഞ്ഞ അന്ന്. എന്നിട്ട് വല്യമ്മ വല്യമ്മ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ ആരും അറിയാതെ നോക്കി നിൽക്കും. വല്യമ്മ പറയണ ഒരു വാക്ക് ഇതാണ്, ഏത് ബലാലാണ് ഇത് പറിച്ചു കൊണ്ടുപോയത്, ബലാല് കൂടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എന്റെ മനസ്സിലേക്ക് നീറുന്നൊരു ഓർമ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഡാഡിയെ മിസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം മധുരമുള്ളൊരു ഓർമ്മയായിരുന്നു അത്. കാരണം സാഹിത്യത്തിലേക്ക് നമുക്കൊരു ചുവടുവെപ്പ് നമ്മുടെ പേരൻസ് തരാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മമ്മിക്ക് നല്ല വൊക്കാബുലറി ആയിരുന്നു. മമ്മി അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും കൂടി നമ്മൾ ഓടിപ്പോയിട്ട് ഡിക്ഷണറി എടുക്കാൻ മടിയാ. ഡാഡി പറയാം ഡിക്ഷണറി എടുത്ത് നോക്കുന്നൊക്കെ പറയും. പക്ഷെ മമ്മി എടുത്ത് ഓടിപ്പോയിട്ട് മമ്മി ഇതിന്റെ മീനിങ് എന്താന്ന് നോക്കി മമ്മിയോട് തന്നെ പറയും. പക്ഷെ ആ മമ്മി ഇന്ന് ഇപ്പം എന്താ പറയാ, അവർ ഇതിന്റെ ടച്ചൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ എന്റെ കോളേജ് പഠനം കഴിഞ്ഞപ്പോഴത്തേക്കിന്റെ മമ്മിക്ക് അങ്ങനത്തെ വൊക്കാബുലറി ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാനാണ് ചെറിയ മകള്. അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നലെ എന്റെ മനസ്സിലൂടെ, ഇന്നലെ രാത്രിയും ഇന്നും ഒക്കെ കൂടിയായിട്ട് ഇങ്ങനെ മനസ്സിലൂടെ അങ്ങനെ ഓടിക്കളിക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനത്തെ കുട്ടിക്കാല ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാം എന്ന്. കാരണം ഇന്നത്തെ ജനറേഷൻ നമ്മുടെ മക്കളോടൊന്നും ഈ കഥകൾ പറയുമ്പോൾ അവർക്ക് അത്ര ഒരു അവർക്കതൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഷെയറിങ് ഓൾ ദോസ് തിങ്സ്, എന്താണ് എനിക്ക് അതിന് എടുക്കാനുള്ളതെന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ അവര്. ഞാൻ പറയും നത്തിങ് മച്ച്, ഒന്നും എടുക്കാനില്ല, പക്ഷെ നിങ്ങൾ ചുമ്മാ ഒന്ന് കേട്ടു തരണം എന്ന് പറയും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്നെ കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ള ഒരു സമാധാനത്തിന്റെ പുറത്ത് ഞാൻ ആ ഒരു മെമ്മറി ഷെയർ